കോൺഗ്രസിനോ CPM-നോ ഈ കേരള സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു കാര്യം കർഷകന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുമോ? ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹത്തിന് രക്ഷ വേണോ? നരേന്ദ്രമോദിയുടെ ഔദാര്യം കൊണ്ടേ നടക്കും. 100 കണക്കിന് ആളുകൾ കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും BJP-യിലേക്ക് വരും. സെലിബ്രിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ഫേസാണ്. സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നത് സെലിബ്രിറ്റി മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരു നല്ല മനുഷ്യനും കൂടിയാണ്, ഒരു മനുഷ്യ സ്നേഹം, ഒരു പച്ച മനുഷ്യൻ. ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് ഇത്രയും നല്ലൊരു നിയമം ഇവിടെ ഇത്രയും മാറി മാറി ഭരിച്ചിട്ടുള്ള ഏത് സർക്കാരാണ് മുസ്ലിം വനിതകൾക്ക് വേണ്ടി ഇത്രയും നല്ല നിയമം? അത് പറഞ്ഞോട്ടെ, കാരണം ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഇവരിത് പറയും. കൃത്യമായി പറഞ്ഞാൽ തോമസ് ലീഗ കേരളത്തിൽ വന്ന് ഇറങ്ങുന്നോടം വരെ ഞങ്ങളെല്ലാം നയന്മാരാ. PC ജോർജ് എന്ന് പറയുന്ന ബ്രാൻഡിനെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. നീ തന്നെ വേണമായിരുന്നോ അളിയാ നീ ചോദിച്ചു. അവനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അവൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന രേഖകളെടുത്ത് മിനിറ്റിനെ ഏൽപ്പിക്കാൻ പറ്റൂ. നമസ്കാരം, മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് അഴിമതിയുമായി ബന്ധപ്പെട്ട അവിടെ നിൽക്കട്ടെ. ഈ മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പാർട്ടികളാണ് കേരള കോൺഗ്രസ്. ഇപ്പോൾ താങ്കളും കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു, താങ്കളുടെ പിതാവ് കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. ഞാൻ മാത്രമായിരിക്കും ഒരു പക്ഷേ ജനിച്ചപ്പോൾ പോലെ കേരള കോൺഗ്രസ്. അതെ, കേരള കോൺഗ്രസിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് ആകുകയാണ്. അതെ, കേരള മാണി പോലും 65-ലെ കേരള, പിന്നെ കേരള കോൺഗ്രസ് ആയത് കേരള കോൺഗ്രസ് ആണ്. പിന്നീട് അമ്മയുടെ ഫാമിലി, അപ്പന്റെ ഫാമിലി, അമ്മയുടെ പിന്നീട് ജനപക്ഷമായി. ഇപ്പൊ ജനപക്ഷം ഇതിലേക്ക് പിന്നെ BJP-യിലേക്ക് പോയി ചേർന്നിരിക്കുകയാണ്. പോയി ചേർന്നു എന്ന് പറയുന്നത് പ്രയോഗമല്ല, അത് നിങ്ങളുടെ ഭാഷ ഞങ്ങളുടെ ഭാഷ തമ്മിലുള്ള വ്യത്യാസം. ചേർന്നിരിക്കുന്നു. അപ്പൊ ശരിക്കും മധ്യ കേരളത്തില് ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഇനി വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിലാണോ ഇത് ചെയ്തത്? തീർച്ചയായിട്ടും. ഈ ഒറ്റയ്ക്ക് നിന്ന് ജനപക്ഷം എന്നല്ല, കേരള കോൺഗ്രസിനോ CPM-നോ ഈ കേരള സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു കാര്യം കർഷകന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുമോ? എൻ്റെ തിരിച്ചുള്ള ചോദ്യമാണ്. വരാൻ പോകുന്ന സർക്കാർ ആരുടേതാണെന്ന് കൊച്ചിനോട് ചോദിച്ചാൽ അറിയാം. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ 10-20 വർഷം കഴിഞ്ഞാലും BJP ഭരണത്തിൻ്റെ കീഴിൽ നിന്നും ഈ സർക്കാർ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല, ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന നിരവധി ആക്ഷേപങ്ങളുടെ വർഗീയ അജണ്ടകൾ, അയോധ്യ ക്ഷേത്രം, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പ് പല മുദ്രാവാക്യങ്ങളിലാണ് ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്ന ബ്രാൻഡിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ വികസനം പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് വരികയാണ് BJP. ആർക്ക് തടയാൻ കഴിയും? പിന്നെ ഇപ്പോൾ കേന്ദ്രത്തിൽ ജീവിതത്തിൽ അധികാരത്തിൽ വരികയില്ലാത്തൊരു കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ അടുത്ത പ്രാവശ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 8 ഗ്രൂപ്പും കണ്ടാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാം, ഞാൻ അത്ര വലിയൊരു മനുഷ്യനൊന്നുമല്ല. പക്ഷേ ഈ CPM-നോ കോൺഗ്രസിനോ ഇന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കേരളത്തെ പോട്ടെ കർഷകന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ലോജിക്കലി എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹത്തിന് രക്ഷ വേണോ? നരേന്ദ്രമോദിയുടെ ഔദാര്യം കൊണ്ടേ നടക്കും. അതിന് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് പോരാടിയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ UDF നിന്ന് പോരാടിയാലോ LDF നിന്ന് പോരാടിയാലോ നരേന്ദ്രമോദിയുടെ ഒരു ഔദാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം കേരളത്തിലെ കർഷകരിലേക്ക് എത്തണം. അത് എത്തിക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസം. ഞാൻ ചുമ്മാ പറയുന്നല്ല, ദേശീയ തലത്തിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ കർഷകരുടെ, മലയോര കർഷകരുടെ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും അമിത്ഷാജിയുടെയും നഡ്ഡാജിയുടെയും മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ, എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ എൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടമായി ഞാൻ കരുതുന്നത് ഇവിടുത്തെ ഇഷ്യൂസാണ് എന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ. നഡ്ഡാജിയുടെ 35 മിനിറ്റ് കാർഷികമായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം പറഞ്ഞു വിട്ടിട്ട് ഞാൻ ബഹുമാനപ്പെട്ട കൊമേഴ്സ് മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹമായിട്ട് 1 മണിക്കൂർ ഞാൻ അപ്പോൾ ഉണ്ടായിരുന്നു, രാജീവ് സാർ ഉണ്ടായിരുന്നു, മുരളീധരൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരും എന്തൊക്കെ യു മേക്ക് ദ പ്രപ്പോസൽ, ഐ വിൽ ഡു ഇറ്റ്. അതായത് നമ്മുടെ നിലവിലുള്ള കാട്ടുകരാറിനെയും ആശയം കരാറിനെയും ബാധിക്കാത്ത എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, റെഡി, ഐ വിൽ ഡു ഇറ്റ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. എനിക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ വിഷയം എന്താണെന്ന്, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ വിട്ടത്. അവിടെ നമുക്കൊരു പ്രശ്നം പറ്റി എല്ലാം കൂടെ ഇലക്ഷനകത്ത് ചോദിക്കുന്നത്. ഇപ്പൊ ഈ കുറച്ചും കൂടി നേരത്തെ ആവാമായിരുന്നില്ല. അതായത് ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്തായതുകൊണ്ട് പല രീതിയിൽ ഇടപെടാൻ പറ്റാത്ത എൻ്റെ സമൂഹം മധ്യ കേരളത്തിലെ
കാർഷിക മേഖലയിൽ എൻ്റെ സമൂഹം NDA എന്ന് ചിന്തിച്ചു തുടങ്ങി എന്ന് ഞാൻ റോഡിലിറങ്ങി നിൽക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. അവരിൽ നിന്നൊരു വലിയ റെസിസ്റ്റൻസും കൊണ്ട് എനിക്ക് ഒരിക്കലും NDAയുടെ ഭാഗം പറയേണ്ടത്. ഇന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഞാൻ ഈ ഒരു ബഹളം അല്ലാത്തൊരു ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ നിൽക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് സമ്മേളനമായാലും. പക്ഷേ ഈ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ റെസ്പോൺസ് 100 കണക്കിന് ആളുകൾ കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൽ നിന്നും CPM നിന്നും BJPയിലേക്ക് വരും. കാരണം അത് ഒരു ആശയത്തോടുണ്ടായിരുന്ന അകൽച്ച വല്ലാണ്ട് മാറിയിരിക്കുന്നു. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ BJPയിലേക്ക്. എനിക്ക് പണ്ട് മുതലേ, ഇപ്പോഴല്ല പണ്ട് മുതലേ എനിക്ക് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയോട് എനിക്ക് ബഹുമാനവും സ്നേഹമുണ്ട്. കാരണം ഇന്ന് വരെയും ഒരു അഴിമതി നമുക്ക് ആ മന്ത്രിസഭയിൽ ഒരാൾക്കെതിരെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷമായി UPA സർക്കാർ ഇറങ്ങി പോയി എത്ര ലക്ഷം കോടി രൂപയുടെ അഴിമതി വലിയ രീതിയിൽ മോശമാവേണ്ട ഒരു സാഹചര്യം. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ രാജ്യങ്ങൾ പോലെ സ്വയംഭരണ മേഖലകളായി മന്ത്രിമാർ വെച്ച് അവർ തിന്നു കൊഴുക്കുന്നു. യാതൊരു നിയന്ത്രണവും ഇല്ല. ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദം കൊണ്ട് ഇതിനെ ഒറ്റിക്കൊണ്ടുപോകാൻ ഇവരുടെ തോന്നിവാസങ്ങൾക്ക് മുഴുവൻ നിന്നു കൊടുക്കേണ്ടി വന്ന മൻമോഹൻ സിംഗിനെ നമ്മൾ കണ്ടു. അദ്ദേഹം സമ്മർദ്ദം കൊണ്ട് ഇറങ്ങിപ്പോകാൻ പരമാവശം തുടങ്ങി. പക്ഷേ ഈ സമ്മർദ്ദത്തെ ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ലായിരുന്നു. അപ്പം അവിടെ നിന്നും ഞാൻ മിനിങ്ങാന്നല്ല 1-ാം തീയതി കൊമേഴ്സ് മിനിസ്റ്ററുടെ ഓഫീസിൽ ഞാൻ ചെല്ലുന്ന രാത്രി 7:30 മണിക്കാണ്. നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ രാജ്യം എങ്ങനെയാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കണ്ടേ. രാത്രി 7:30 മണിക്ക് ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ നോക്കിയിരിക്കായിരുന്നു. പീയൂഷ് ഗോയൽ സാർ പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. റബ്ബർ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ 7:30 മണിക്കാണ് ഞാൻ ഇറങ്ങുന്നത് 8:15 മണിക്കാണ്. ആ ഓഫീസൊന്ന് കാണണം. നമ്മുടെ ഈ ടെക്നോ പാർക്കിലെ മൾട്ടിനാഷണൽ കമ്പനികളുടെ സോഫ്റ്റ്വെയർ കമ്പനികളുടെ ഓഫീസ് മാറി നിൽക്കുന്ന അത്രയും സൗകര്യമുള്ള അത്രയും എക്വിപ്ഡ് ആയിട്ടുള്ള ഓഫീസാണ്. ഞാൻ 8:15 ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ആ ഓഫീസിൽ 80% അറ്റൻഡൻസ് ഉണ്ട്. അറ്റ് 8:15 രാത്രി 8:15 പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. ഈ രാജ്യം ചലിക്കുന്നത് അങ്ങനെയാണ്. കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ 5:30 മണിക്ക് ഒരാളെ കാണാൻ കഴിയുമോ? 5 മണിക്ക് ഉച്ചക്കേശാരുണ്ട്. 5:30 മണിക്ക് 8:15 മണിക്ക് 80% അറ്റൻഡൻസ് ആണ്. കൊമേഴ്സ് മിനിസ്ട്രിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കൊമേഴ്സ് മിനിസ്ട്രിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ 80% അറ്റൻഡൻസ് ഇരിക്കുകയാണ്. വകുപ്പ് സെക്രട്ടറി ഞാൻ കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിങ്ങിലേക്ക് പോയി. ഞാൻ 7:30 ചെല്ലുന്നു, 8:15 ഞാൻ ഇറങ്ങുന്നു. 3/4 മണിക്കൂർ ഞാൻ സംസാരിച്ചാലും ഞാനും റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും കൂടെ പുറത്തോട്ട് പോകുമ്പോൾ പുള്ളി അടുത്ത മീറ്റിങ്ങിന് പുള്ളി കാണുമെന്നു. 8:15 നെക്സ്റ്റ് മീറ്റിംഗാണ് ആ മനുഷ്യരിക്കുക അവിടെ. അങ്ങനെ ഈ രാജ്യം ചലിക്കുമ്പോൾ അതിനെതിരെ നിന്ന് മണ്ടത്തരം കാണിക്കണ്ടോ? അതിന് കൂടെ കയറി നിന്ന് രാജ്യം വളർത്താൻ നോക്കണ്ടേ? ഫെഡറൽ റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാനം ഒന്നല്ല അവകാശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ ഒരു മൂലം മാത്രം ഇങ്ങനെ വിട്ടു നിൽക്കുക, ബാക്കി മുഴുവൻ വളരുക. സ്ഥിതിയിൽ എവിടെ നിൽക്കുന്നു നമ്മുടെ സിറ്റികൾ, എവിടെ നിൽക്കുന്നു നമ്മുടെ രാജ്യം, അവിടെ തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് കുറേ പരട്ട ന്യായങ്ങൾ. അല്ല, ഇതിലൊരു താങ്കൾ പറയുന്നതൊക്കെ കറക്റ്റാണ്. പക്ഷേ താങ്കളുടെ കോട്ടയം ജില്ലയായാലും, അതായത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളാണ് ഏറ്റവും കൂടുതൽ കർഷകർ ഉള്ള ജില്ല. ഇപ്പോൾ റബ്ബർ കർഷകരാണ് ഏലം റബ്ബർ കർഷകരാണ് ഏറ്റവും കൂടുതൽ. ഒപ്പം തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ള സ്ഥലം കൂടിയാണിത്. ഇപ്പോൾ എറണാകുളവും നല്ല മെജോറിറ്റിയുള്ള സ്ഥലമാണ്. എങ്കിൽ പോലും കോട്ടയവും ഈ 3 ജില്ലകൾ ഇവിടെയുള്ള പിതാക്കന്മാരും തന്നെ പള്ളിയായി ബന്ധപ്പെട്ടവർ, ക്രിസ്ത്യൻ ഈ സഭയായി ബന്ധപ്പെട്ടവർ, ഇത്തരം ആളുകൾ എങ്ങനെയാണ് താങ്കളുടെ ഈ നിലപാട്, അല്ലെങ്കിൽ താങ്കളുടെ പിതാവിൻ്റെ ഇത്തരം നിലപാടുകളെ ഏത് രീതിയിലായിരിക്കും അത് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഇതിനെ? ഞാനൊരു ഉത്തരം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു. കാരണം എൻ്റെ സമൂഹത്തിൽ നിന്നും, അത് പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ സമൂഹം എന്ന് പറയുന്നത് മധ്യ കേരളം മുഴുവൻ എൻ്റെ കിഴക്കൻ മലയോര മേഖല എന്നാണ് നമുക്ക് തന്നെ പറയാൻ പറ്റുന്നത്. അതിനകത്ത് ഹൈന്ദവ സമൂഹമുണ്ട്, മുസ്ലിം സമൂഹമുണ്ടല്ല. പക്ഷെ അതിനകത്തൊരു ഒരേ മനസ്സുണ്ട്. ആ മനസ്സിൽ കൃത്യമായി ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ BJP നരേന്ദ്രമോദി എന്നുള്ള മെസ്സേജ് എനിക്ക് കിട്ടി തുടങ്ങിയിട്ട് 2 വർഷമായി. ഞാൻ ചിന്തിക്കാത്ത ആളുകൾ പോലും, ഞാൻ പറയല്ല, ഞാൻ നേരത്തെ മുതലേ എനിക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയോട് ഒത്തിരി ആരാധന ഉണ്ടോ. പക്ഷേ നമ്മളൊരിക്കലും ഒരു BJP മൈൻഡഡ് ആയിരുന്നില്ല. അവിടേക്ക് എത്തിച്ചത് എൻ്റെ രാഷ്ട്രീയ ലാഭമല്ല. ഒരു ഡിമാൻഡും ഞാൻ വെച്ചിട്ടില്ല. ഞാനോ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയോട് ഡിമാൻഡും വെച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി പ്രവർത്തകർ അതാത് സ്ഥലത്തെ അവർക്കുള്ള ജനകീയ അംഗീകാരങ്ങൾ അനുസരിച്ച് അക്കോമഡേറ്റ് ചെയ്യപ്പെടണം. സ്വാഭാവികമായിട്ട് 2 പാർട്ടികൾ തമ്മിൽ ലയിക്കുമ്പോൾ ഉള്ള ഒരു ധാരണ പ്രകാരം നമ്മുടെ പാർട്ടിയുടെ നേതാക്കൾ പ്രാദേശികമായി അവരുടെ ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം അനുസരിച്ച് അക്കോമഡേറ്റ് ചെയ്യപ്പെടും. ആ വാക്ക് തന്നെ ഉപയോഗിച്ച് അവരെ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുക, അത് അവരെ അക്കോമഡേറ്റ് ചെയ്യണം. അല്ലാതെ നോ കണ്ടീഷൻസ്. ഇപ്പോൾ പറഞ്ഞ് 15 സീറ്റ് PC ജോർജിന് ഓരോ ഉറപ്പും പറഞ്ഞിട്ടില്ല. 15 സീറ്റ് PC ജോർജിന് ഓരോ ഉറപ്പും ആരും പറഞ്ഞിട്ടൊന്നുമില്ല.
ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചു, പത്തനംതിട്ട സീറ്റിൽ മത്സരിക്കാൻ അങ്ങനെ ഒരു പാർട്ടി തീരുമാനമെടുത്ത് മത്സരിക്കാൻ കഴിയും, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നേ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. ഞാൻ 2 മാസം മുന്നേ തങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് തങ്ങളുടെ പിതാവുമായി സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇനി മത്സരരംഗത്തില്ല, ഇനി ഷോൺ മത്സരിക്കട്ടെ, യുവാക്കൾ വരട്ടെ എന്നായിരുന്നു. എന്താണ് അതിൽ താങ്കളുടെ പ്രതികരണം? ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണല്ലോ, ആര് മത്സരിക്കട്ടെ എന്നൊക്കെ പറയേണ്ടത് പാർട്ടിയാണ്. ഇപ്പൊ ഈ നമ്മുടെ കേരള കോൺഗ്രസ് പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് പോലെ ഈ നേതാക്കന്മാരുടെ വെട്ടിപ്പിടിച്ചു കൊടുത്തു അല്ലെങ്കിൽ തിരുതമേൻ മേടിച്ച് വിടുന്ന ഫ്ലൈറ്റേ കൊണ്ടുപോയി അങ്ങനെയൊന്നും സീറ്റ് കിട്ടില്ല ബി ജെ പിയിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള 543 സീറ്റിലും ആര് മത്സരിക്കണമെന്ന് നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഫയലിൽ ഇരിപ്പുണ്ട്. അതിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എല്ലാ മണ്ഡലത്തിലും ജയസാധ്യതയുള്ള 3 പേരുടെ പേരുകളാണ് ഇപ്പോൾ അവിടെ ഫൈനൽ റൗണ്ടിൽ ഇരിക്കുന്നത്. അതിൽ നിന്നും പിന്നീട് BJPയുടെ പാർലമെന്ററികാര്യ സമിതി, അതിനകത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന പാർലമെന്റ് സമിതിയാണ് ഈ സംബന്ധിച്ച് ഫൈനൽ തീരുമാനമെടുക്കുന്നത്. അതിലും ഇനിയും പഠനം നടക്കും. കാരണം ഈ അവസാന നിമിഷങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, മാനുള്ള ചിന്ത, ഇതെല്ലാം ഓരോ മണ്ഡലത്തെയും സ്വാധീനിക്കും. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്ത് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. കേരളം, തമിഴ്നാട് ഒക്കെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്കൊക്കെ ഏറെക്കുറെ കാര്യങ്ങൾ ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ കേരളത്തിലൊക്കെ ഇപ്പോഴും BJP പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മേഖലയാണ്. കാരണം നെക്സ്റ്റ് എങ്ങനെയാണ് കുറേ ഫേസുകൾ എന്നല്ല വരണം. അപ്പം കേരളത്തെ സംബന്ധിച്ച് വലിയ താല്പര്യമാണ്. എനിക്ക് BJPയുടെ ലീഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ കേരളം അവർക്ക് ഭയങ്കര കൺസേൺഡാണ് കേരളത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ. അപ്പം അവിടുന്ന് പറഞ്ഞ പോലെ ഗോഡ്സ് ഓൺ കൺട്രി ഓൺ ഡെവിൾസ് ഓൺ ഹാൻഡ്, ചെകുത്താന്മാരുടെ കയ്യിലാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പം താങ്കൾ ഇപ്പം തന്നെ പറഞ്ഞു അവർക്ക് വലിയ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ട ജില്ലയോട് അല്ലെ പത്തനംതിട്ട മണ്ഡലത്തിൽ കുറച്ചും കൂടി BJP താല്പര്യം കാണിച്ചിരുന്നു. ഇത്തവണ മൊത്തം താല്പര്യം കാണിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പം ലാസ്റ്റായിട്ട് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ 25 വർഷമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം പോലെ സജീവമായി രാഷ്ട്രീയത്തിലുണ്ട് നിൽക്കുന്ന ആളാണ്. ഞാൻ ഒരിടത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ ഉള്ള റെസ്പോൺസും 2 സിനിമയിൽ അഭിനയിച്ച് ഒരു ചെറുപ്പക്കാരൻ 1 വർഷമായി സിനിമാ ഫീൽഡിൽ ഇറങ്ങിയിരിക്കുന്ന ഒരാൾ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ്, കാരണം അത് സെലിബ്രിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ഫേസാണ്. സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നത് സെലിബ്രിറ്റി മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരു നല്ല മനുഷ്യനും കൂടിയാണ്, ഒരു മനുഷ്യസ്നേഹം, ഒരു പച്ച മനുഷ്യൻ, ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകാര്യത ജാതി മത ചിന്തകൾക്ക് അപ്പുറത്ത് ആളുകൾക്കിടയിലുണ്ട്. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂരിന് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നു. പിന്നെ അദ്ദേഹത്തിന് PM-നെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം തൃശ്ശൂർ, അതായത് ജനുവരിയിൽ മാത്രം 2 പ്രാവശ്യം വന്ന് കല്യാണത്തിനും അതിനു മുമ്പ് റാലിക്കുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതൊക്കെ ആ തൃശ്ശൂരിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഒരു കോൺസെൻട്രേഷൻ, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ കോൺസെൻട്രേഷൻ കേരളത്തിലേക്ക് BJP കൊടുത്താൽ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ BJP ഒത്തിരി വലുതാണ്, നമ്മൾ കരുതുന്ന രീതിയിലല്ല, അതിനപ്പുറത്തേക്ക്. ഞാൻ പറഞ്ഞത് ഇന്നലെ പത്തനംതിട്ടയിൽ നിന്ന് സമ്മേളനം, ഞാൻ ആദ്യമായിട്ട് BJPയുടെ പരിപാടി കഴിഞ്ഞ് ഞെട്ടിപ്പോയി. 10-30,000 ആളുകളാണ് ആ ഒരു ചെറിയ സമ്മേളനത്തിൽ വന്നത്. അതും വലിയ ഓർഗനൈസ്ഡ് ഒന്നുമല്ല, വളരെ പെട്ടെന്ന് ഉണ്ടായ സംഭവമാണ്. അതിനകത്തൊരു 50%, നമ്മളിപ്പോൾ ഒരു കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി വിളിച്ചു, അവിടെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഒരു 10 അല്ലെങ്കിൽ 20%. ഇത് 50-50 ആണ്. BJPയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ പ്രാതിനിധ്യം, സ്ത്രീ പുരുഷ അനുപാതം നമ്മുടെ സംവരണം പോലെ തന്നെയാണ്, 50-50 ആണ്. അല്ല, അത് ശരിയാണ്. BJPയുടെ എല്ലാ പരിപാടികൾക്കും സ്ത്രീകൾ കുറച്ചും കൂടി അധികം വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരാണ് പലപ്പോഴും നിർണായകമാകുന്നതെന്നൊക്കെ എല്ലാവർക്കും ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം. സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടി നിർണായകമാകുന്നത്. എൻ്റെ ചോദ്യം അതല്ലേ, ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം വോട്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ട്, ഹിന്ദു വോട്ട്, പിന്നെ അത്തരത്തിലുള്ള വലിയ വിഭജനമുള്ളൊരു സ്ഥലം കൂടിയാണ്. എങ്ങനെയാണ് ഈ ടോട്ടലിൽ പ്രതിഫലിക്കുക എന്നുള്ള ഒരു കൃത്യമായ ഒരു ധാരണയുണ്ടോ? ഇവിടുത്തെ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതേതരത്തെ പറയുന്ന സംസ്ഥാനം, ഏറ്റവും വലിയ വർഗീയത പ്രവർത്തിക്കുന്ന സംസ്ഥാനം, ജാതീയമായി ചിന്തിക്കുന്നവരുടെ കൂടുതലുള്ള ആളും ജാതീയമായി ചിന്തിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഇവിടുത്തെ മുന്നണികളാണ്. ഇവിടെ ഞാനൊരു 1-2 ഇഷ്യൂസ് പറയാമല്ലോ. ഷംസീറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഗണപതിക്കെതിരെ, അതിനിവിടെ സംസാരിക്കാൻ ആളുണ്ടായില്ല.
ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിൽ പാലസ്തീനിലെ നിരപരാധികളെ ആളുകളെ കൊന്നെടുക്കുന്നതിന് ഞാനും എതിരല്ലേ? എല്ലാവരും എതിരാണ്. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഞാൻ TV വെക്കുകയാണ്. ഈ വാർത്ത വരുമ്പോൾ ഞാൻ TV മാറ്റും. കാരണം എനിക്കും പിള്ളേരോട് അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഒറ്റ രാത്രി കൊണ്ട് 1800 പേരെ, അത് ഗർഭിണികൾ ഉൾപ്പെടെ കൊല ചെയ്ത് അതിനെതിരെ ഇസ്രായേൽ തിരിച്ചടി. ഇസ്രായേലിനെ തിരിച്ചടി ഇവിടെ കൊണ്ട് നിർത്തണമെന്ന് പറയാൻ അമേരിക്ക പറഞ്ഞിട്ട് ഇസ്രായേൽ കേട്ടില്ല. അമേരിക്ക പറഞ്ഞ് ഒരു നിർത്തിയിട്ട് അവർ പറഞ്ഞെന്താണ്, ഹമാസ് ഫിനിഷ് ചെയ്യാതെ ഞങ്ങൾ നിർത്തില്ല. അമേരിക്കയോടാണ് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ചെയ്യില്ല എന്ന്. പിന്നെ അതിന് നരേന്ദ്രമോദി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. പക്ഷേ ആ ഹമാസിന് പിന്തുണ കൊടുത്തുവിട്ട് ഇവിടെ പ്രകടനം നടക്കുകയാണ്. ഏതാ മുസ്ലിം ലീഗ് പോലും അതിന് തയ്യാറാകുന്നില്ല. മുസ്ലിം ലീഗിന് പോലും ന്യായം എന്നാണെന്ന് മനസ്സിലാവും. ഇവിടെ LDF-ഉം UDF-ഉം മത്സരിക്കുക പാലസ്തീന് പിന്തുണ കൊടുക്കാൻ. പാലസ്തീനിന് പിന്തുണ കൊടുത്താലേ ഇവിടുത്തെ മുസ്ലിം വോട്ടർമാരെ കിട്ടുള്ളൂ. ഇവിടുത്തെ മുസ്ലിം വോട്ടർമാർക്ക് ഇതിനേക്കാളൊക്കെ ഒത്തിരി വിവരമുണ്ട്. ഇവർ ചിന്തിക്കുന്നത് ഇവിടുത്തെ തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും ഇവരെ എന്ത് വൃത്തികൾ പറഞ്ഞാൽ ഇവർക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. ആണ് പ്രശ്നം. ഷംസീർ എന്നുള്ള പേരാണ് അവർക്ക് പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ ഗണപതി വിഷയം സഭയിൽ വരാത്തത്? ഷംസീർ എന്നുള്ള പേരിനെ അവർ ഭയപ്പെടുന്നു. നേരെ മറിച്ച് അത് ഗോവിന്ദനോ ചാക്കോച്ചനോ ആണെങ്കിൽ ഈ വിഷയം വന്നതിന് UDF സഭയിൽ ഉന്നയിക്കും. ഇപ്പം എന്തുകൊണ്ട് അത്ര ഒരു വിഷയം ഉന്നയിച്ചില്ല? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഷോൺ ചാക്കോച്ചൻ, എൻ്റെ പേര് എന്നെ ചാക്കോച്ചൻ എന്നാണ് വിളിക്കുന്നത്. ചാക്കോച്ചന് ഒരിക്കലും ഖുറാനെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും കമൻറ്റ് പറയല്ലേ, നല്ലത് പറഞ്ഞു, അതിനകത്തുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ എനിക്ക് എൻ്റെതായൊരു എൻ്റെ വിശ്വാസം പറയാം. ഞാൻ ക്രിസ്ത്യാനി അല്ലെന്ന് പ്രഖ്യാപിച്ചിട്ട് എനിക്ക് ആരെയും വിമർശിക്കാം. പക്ഷെ ഞാൻ ക്രിസ്ത്യാനി ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് വിമർശിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എനിക്ക് കമൻറ്റ് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അതിൻ്റെ ആർക്കും ഖുറാനെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും പറയത്തില്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാം. പക്ഷേ അത് സമൂഹത്തിന് നല്ലതല്ല ഉണ്ടാക്കുന്നത്. സമൂഹത്തിൽ അത് വലിയ രീതിയിലുള്ള വർഗീയ ചിന്തകൾക്ക് വളം കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അത് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഷംസീർ തെറ്റാണ് ഇന്ന് അഡ്മിറ്റ് ചെയ്തോ ഇല്ലല്ലോ. പിറ്റേ ദിവസം ഷഹീദ് ചെറിയാൻ സൗദിയിലെ വാങ്ങുവിളിയെ കുറിച്ച് പറഞ്ഞ് 1 മണിക്കൂർ കൊണ്ട് തിരുത്തിയില്ലേ. അപ്പം താടിയുള്ള അപ്പുറം പേടിയുണ്ട്. ഈ തട്ടം വിവാദം ഉണ്ടായപ്പോഴും അതേ വിഷയം ഉണ്ടായി. അനിൽകുമാർ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്ലാം സമൂഹത്തിന് വേണ്ടി അതിന് സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് ഉള്ളത് ശരിയാണ്. സ്ത്രീ പുരുഷ അതൊന്നും മാറ്റിവെച്ച് സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവരാണല്ലോ ഇവരെല്ലാം. ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് ഇത്രയും നല്ലൊരു നിയമം ഇവിടെ ഇത്രയും മാറി മാറി ഭരിച്ചിട്ടുള്ള ഏത് സർക്കാരാണ് മുസ്ലിം വനിതകൾക്ക് വേണ്ടി ഇത്രയും നല്ല നിയമം? അതായത് സ്ത്രീയെ വെറും കരിവേപ്പിലയായി കാണുന്ന സാഹചര്യത്തിൽ നിന്നും അവൾക്ക് അവളുടേതായ നിയമപരിരക്ഷ കൊടുത്തു. നരേന്ദ്രമോദിയല്ലേ കൊടുത്ത്. ഇപ്പോൾ നരേന്ദ്രമോദി വർഗീയവാദിയാണെങ്കിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒരു ഇത്തരത്തിൽ ഈ പറഞ്ഞു കേൾക്കുന്ന ഭീകരനാണെങ്കിൽ അദ്ദേഹത്തിന് എന്താ അവിടെ ടച്ച് ചെയ്യേണ്ട കാര്യം? എൻ്റെ പ്രതീക്ഷ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം വോട്ടർമാർ ഒരു വലിയ വിഭാഗം, പ്രത്യേകിച്ചും പറഞ്ഞ പോലെ സ്ത്രീ വോട്ടർമാർ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. കേരളം ഭയങ്കര സെൻസിറ്റീവായ സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ ജാതിയുടെ. കഴിഞ്ഞ ദിവസം താങ്കളുടെ ഇന്റർവ്യൂവിൽ താങ്കൾ പറഞ്ഞു എൻ്റെ ഭാര്യയെ ഞാൻ മതപരിവർത്തനം നടത്തിയ ഞാൻ ആകെ പിന്നെ ഇപ്പൊ ഖേദിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴല്ല, പണ്ട് അന്ന് ഇതിന്റെ ഒരു ഇത് വേറെയും കൂടി പറയാം. എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ്, അതായത് അമ്പിളിച്ചേട്ടനായിട്ട് എനിക്ക് നല്ല ബന്ധം. അപ്പോൾ അമ്പിളിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് മതപരിവർത്തനം, അത് അവർക്ക് സുരക്ഷിതമായി പിന്നീട് ഞാനൊന്നും ഇല്ലാത്തൊരു കാലം വരും, ആ സമയത്ത് അവർക്ക് ഒരു മാനസികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്, എൻ്റെ നിർബന്ധത്തിലാണ് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം ഭയങ്കരമായി വേറെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇങ്ങനൊരു സാഹചര്യം എന്തുകൊണ്ടാണ് കേരളത്തിലുണ്ടാകും? നേരത്തെ അതില്ല, ആ സമയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പപ്പ പറഞ്ഞത് കൂടാതെ ഇപ്പം സ്വാഭാവികമായിട്ടും ഹൈലി ഓർത്തഡോക്സ് ആയിട്ടൊരു സമൂഹമാണ് എൻ്റെ ചുറ്റുമുള്ളത്. അതെ അതെ, അവർക്കെല്ലാം ഇത് ഒരു ഇഷ്ടമായിപ്പോയി. അങ്ങനെ പുള്ളി നിർദ്ദേശം കൂടെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ ഉള്ളിലെ ഈശ്വര വിശ്വാസത്തെ എനിക്ക് മാറ്റാൻ കഴിയില്ല. അത് തെറ്റായിപ്പോയി. അല്ലെങ്കിൽ ഞാനതിന് എൻ്റെ പ്രാച്യത്വം എന്നാ എനിക്ക് ചെയ്യാൻ കഴിയുക? അവൾക്ക് പോകണ്ട, അവൾ ചിന്തിക്കുന്ന, അവൾക്ക് ഇഷ്ടമുള്ള, അത് ഗുരുവായൂരാണെങ്കിലും ശ്രീപത്മനാഭ ക്ഷേത്രത്തിലാണെങ്കിലും മൂകാംബികയിലാണെങ്കിലും, അവൾ ഈ കഴിഞ്ഞ ഒറ്റ വർഷം മാത്രം ശ്രീപത്മനാഭ ക്ഷേത്രത്തിലും മൂകാംബിയിലും ഗുരുവായൂരിലും പോയി അവൾ ഡാൻസ് ചെയ്തു. അവളുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ്, അവളുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ അനുവദിക്കുക എന്നുള്ളതാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിനെയും വർഗീയമാക്കി ഞാനിതിൽ ഇപ്പം പറഞ്ഞല്ല, രാഹുൽ ഈശ്വറിന്റെ ഇന്റർവ്യൂവിലാണ് ഞാനിത് ആദ്യമായി പറഞ്ഞത്. രാഹുൽ ഈശ്വർ 2018-19 സമയത്ത് ആദ്യമായി ഞാനിത് പറഞ്ഞതും ആ വീഡിയോ അന്ന്
അത് വൈറലായി പോയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് സ്പേസ് കൊടുക്കുക എല്ലാവർക്കും. അവള് എന്നെ പോലെ തന്നെ, ഞാനും എൻ്റെ വൈഫിനും ഒരേ വിദ്യാഭ്യാസ യോഗ്യതയാണ്, LLB-കാർ. അവർ പാലായിൽ എൻ്റെ സീനിയേഴ്സിനൊപ്പമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോകുന്നു. അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിക്കണം. അതിന് മതം മാറ്റി വെക്കുക. അവളുടെ വിശ്വാസത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അവളുടെ വിശ്വാസത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ വിശ്വാസത്തെ അവൾ റെസ്പെക്ട് ചെയ്യുന്നില്ല. ആ മര്യാദ ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ അവിടെ ഭർത്താവ് കളിക്കണോ? ഇല്ല, എന്നെ അത് കിട്ടില്ല. എനിക്കത്, ഞാൻ എല്ലാവരെയും അങ്ങനെ കാണുന്ന മനുഷ്യനാണ്. അല്ല, പക്ഷെ അതിപ്പം ഇപ്പം ഈ സമയത്ത് താങ്കൾ BJP ആയതുകൊണ്ടാണ്, BJP-യിലേക്ക് പോയത് കൊണ്ടാണ് പ്രായച്ചിത്തം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അത് പറഞ്ഞോട്ടെ. കാരണം ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഇവരിത് പറയും. ഇതിന് പിന്നെ വേറെ ഇത്രയും വലിയൊരു വിവാദം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്, താങ്കളുടെ പിതാവ് പറഞ്ഞു ഒരു 5 or 6 തലമുറ മുന്നേ ഞങ്ങൾ നായന്മാരായിരുന്നു എന്ന് പറഞ്ഞു. അത് വലിയ രീതിയിൽ ട്രോൾ ആണല്ലോ. ഞാൻ ഇന്നലെ ഒരു പ്രമുഖനായ ദിവ്യനായ ഒരാളുമായി എനിക്ക് ഒരു 10-15 മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. ഏതാനും ചില, അപ്പം അത് ശരിക്കും ഹിസ്റ്ററി പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കൾച്ചർ, ഇപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ കൾച്ചർ ഹൈലി റിലേറ്റഡ് ടു ഇവിടുത്തെ മുസ്ലിം കൾച്ചർ റിലേറ്റഡ് ടു ഹിന്ദു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹൈന്ദവ കൾച്ചർ, ഹിന്ദുസ്ഥാൻ കൾച്ചറുമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. യൂറോപ്പിലെ ക്രൈസ്തവ നിയമങ്ങളും ഇവിടുത്തെ ക്രൈസ്തവ നിയമങ്ങളും ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ടോ? അതായത് ഞാൻ റോമൻ കാത്തലിക്കാണ്, ഞാൻ സിറോ മലബാർ സഭയാണ്. എങ്കിൽ പോലും യൂറോപ്പിലെ കൾച്ചറും പാരമ്പര്യമല്ല ഇവിടെ ഉള്ളത്. സീറോ മലബാർ സഭയ്ക്ക് സീറോ മലബാർ സഭയുടേതായ ചട്ടക്കൂടുകളും നിയമങ്ങളും നിയമാവലികളും ഒക്കെ ഉണ്ട്. ഇത് അമേരിക്കയ്ക്ക് ചെല്ലുമ്പോൾ മറ്റൊന്നാണ്, യൂറോപ്പിൽ ചെല്ലുമ്പോൾ മറ്റൊന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഈ കൾച്ചറിലേക്ക് വല്ലാണ്ട്, ഇപ്പം കൃത്യമായി പറഞ്ഞാൽ തോമാസ് ലീഗ കേരളത്തിൽ വന്നിറങ്ങുന്നോടം വരെ ഞങ്ങളെല്ലാം നായന്മാരാണ്. 6 കുടുംബങ്ങളാണ്. കള്ളി, കാളികാവ്, പവലോകം മറ്റം, ശങ്കരമഠം, 4 പ്രമുഖ കുടുംബങ്ങളാണ് വന്നത്. ഈ 4 കുടുംബങ്ങളുടെ ബ്രാഞ്ചുകൾ, ഞാൻ അതിൽ കാളികാവ് എന്ന് പറയുന്ന കുടുംബത്തിൽ, കൃത്യമായ ഹിസ്റ്ററിയാണ്, ഞങ്ങളുടെ കുടുംബ ചരിത്രം കൃത്യമാണ്. കാളികാവ് എന്ന് പറയുന്ന നായർ കുടുംബത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഉത്ഭവം. അത് കുറവലങ്ങാട് കേന്ദ്രീകരിച്ച്, കുറവലങ്ങാട്, കൊടുങ്ങല്ലൂർ, അവിടുന്നാണ് ഈ കുടുംബങ്ങൾ ഉത്ഭവിച്ച്. ഞങ്ങൾക്കിപ്പോൾ ഏറെക്കുറെ 5000-ലധികം ശാഖകളുണ്ട്. അതിലൊരു ശാഖയാണ് എൻ്റെ കുടുംബ പേരായ പ്ലാത്തോട്ടം. അതിനെല്ലാം കൃത്യമായ ചരിത്രമുണ്ട്. ഇത് പണ്ട് നായരായിരുന്നു BC ജോർജ് പറഞ്ഞപ്പോൾ അത് ട്രോളായി. പക്ഷെ നാട്ടിൽ നായരായിരുന്നു, അല്ലെങ്കിൽ ഹൈന്ദവ. ഇതിപ്പോ പറഞ്ഞ കുറവങ്ങാട് പള്ളിയിൽ കിടാവിളക്കുണ്ട്, നിലവിളക്ക് കത്തിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ പല പള്ളികളിലും പല രീതിയിലുള്ള ആരാധനാക്രമങ്ങളുണ്ട്. കൊടുങ്ങല്ലൂര് മുസ്ലിം പള്ളിയിൽ നിലവിളക്കുണ്ട്, കിടാവിളക്കുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പൊ നമുക്ക് പള്ളിയായി ബന്ധപ്പെട്ടുള്ള, പള്ളി പെരുന്നാളായി ബന്ധപ്പെട്ടുള്ള പല അതെ, കൊടിമരമൊന്നും യൂറോപ്പിൽ ഇതൊന്നുമില്ല. ഇതൊക്കെ ഹൈന്ദവമായി ബന്ധപ്പെട്ടാണ്. അത് ആ കൾച്ചറിലോട് കുറച്ചുകൂടെ. അതിന് ഞാനൊരു കാര്യം പറയട്ടെ, അതിന് ഇപ്പൊ കുടുംബ ബന്ധങ്ങളുടെ കാര്യം എടുക്കുക. ഒരു യൂറോപ്യൻ കൾച്ചറിൽ ഫാമിലി എന്ന കൺസെപ്റ്റ് തന്നെ ഇല്ലാതായിരിക്കുന്നു. അത് ഇന്ത്യൻ കൺസെപ്റ്റിന്റെ മഹത്വമല്ലേ? കുടുംബം എന്ന ആ വലിയ ആ എസ്റ്റാബ്ലിഷ്മെന്റ് ഇപ്പോഴും ക്രൈസ്തവർക്കിടയിലും മുസ്ലിം സമൂഹത്തിനിടയിലും ഹിന്ദുക്കൾക്കിടയിലും നിൽക്കുന്നത്. അത് ഹിന്ദു കൾച്ചർ എന്നല്ല, ഭാരത കൾച്ചറാണ്. അത് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഒരു പൈതൃകത്തിന്റെ ഭാഗമാണ് നമുക്ക് ആ കിട്ടിയ കൾച്ചർ അല്ലേ. പുറത്തോട്ട് പോകുമ്പോൾ എന്താണ് ഭർത്താവ് ആരാ, ഭാര്യ ഏതാ, അപ്പനേതാ, അമ്മ ഏതാ, ഇത് തമ്മിൽ കണക്കായിട്ട് ഇവളുടെ അപ്പൻ അതാ, അവളുടെ അപ്പൻ ഇത്, അങ്ങനെ കണക്കൂട്ടേണ്ട ഒരു ഫാമിലിയിൽ അങ്ങനെ കണക്കൂട്ടേണ്ട സ്ഥിതിയിലാണ് പല യൂറോപ്യൻ അമേരിക്കൻ കൺട്രി. അവിടെ നിന്നും ഇപ്പോഴും നമ്മുടെ സംസ്കാരത്തിന് ഭാരതത്തിനൊരു വലിയ പൈതൃകം ഉണ്ടല്ലോ. അവിടെ അതിനെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ? ശരിയാണ്. നമുക്ക് നേരത്തെ പലരും ചോദിച്ചുള്ള ചോദ്യമാണെങ്കിൽ പോലും നമുക്ക് അതും കൂടി ചോദിച്ചിട്ട് നമുക്ക് എൻഡിങ്ങിലേക്ക് പോവാം. അതായത് ഒരു വളരെ നിസ്സാരമായ ഒരു കേസിൻ്റെ പേരിൽ തങ്ങളുടെ പിതാവിന് ഏർലി മോർണിംഗിൽ വലിയ പോലീസ് സന്നാഹവും വന്ന്, അന്ന് തന്നെ BC ജോർജ് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയൊരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ വലിയ പോലീസ് വണ്ടി സന്നാഹങ്ങൾ വന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, വലിയ രീതിയിൽ വാർത്താ ചാനലുകളിൽ വാർത്ത വരുത്തുന്നു. ഇത് താങ്കളുടെ മാതാവ്, അമ്മ ഇതിൽ ഭയങ്കരമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിണറായി മറുപടി പറയേണ്ടിയിരുന്നു. ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്?
അമ്മ ഒരു വളരെ സാധുവായ എനിക്കറിയാം, അതുകൊണ്ട് ഒരു സ്ത്രീയാണ്. അമ്മയുടെ ലോകം എന്ന് പറയുന്നത് പപ്പ, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ അനിയൻ, പള്ളി, എൻ്റെ മക്കൾ. ഇതാണ് അമ്മയുടെ ലോകം. പിന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ, ഇതൊക്കെയാണ് നമ്മുടെ ലോകം. അവിടെ പപ്പ എന്ന് പറയുന്നത് അമ്മ ജീവിക്കുന്നത് തന്നെ പപ്പയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം രാവിലെ ഇന്ന് മുതൽ PC ജോർജിനെ പോലീസ് സല്യൂട്ട് അടിക്കുന്നത് മാത്രമാണ് അമ്മ കണ്ടിട്ടുള്ളത്. അതിൽ ആസ്വദിക്കുന്ന ആളല്ല. ബാക്കി പോലും PC ജോർജ് അങ്ങനെയാണ് അമ്മ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ രാവിലെ വീട് വന്ന് വളയുന്നു, PC ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തിൽ പോകുന്നു. ഇതൊക്കെ ഒരു അമ്മയുടെ കാഴ്ചപ്പാടില്ല. അപ്പം അമ്മയുടെ അന്നത്തെ ഒരു വൈകാരിക, ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ അങ്ങനെ പ്രതികരിക്കില്ല. അമ്മയുടെ ഒരു വൈകാരികമായ ചിന്ത, അമ്മയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അമ്മ എപ്പോഴും പറയുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന കൊന്ത, എപ്പോഴും കൊന്ത കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ ആ കൊന്തയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ അനുഭവിക്കും. അതാണോ ഇപ്പം നടക്കുന്നത്? അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇതിനെ പറയാൻ കഴിയില്ല. ഞാൻ സത്യം തുറന്നു പറയാമല്ലോ, തീർച്ചയായിട്ടും അവിടെ നിന്നാണ് ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. പഠിച്ച് മുമ്പോട്ട് പോയപ്പോൾ ആ ഒരു കൺസെപ്റ്റൊക്കെ എനിക്ക് പോയി. അതിനപ്പുറത്തേക്ക് ഇതിനൊരു തടയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്നൊരു തെറ്റാണ്. എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ ഇത് അറിഞ്ഞിട്ടും ഇതിലെതിരെ എനിക്ക് നിലകൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ പറയല്ലേ, ഞാൻ കേരളത്തിലെ തന്നെ ഐ എം ടു സ്മോൾ അഗൈൻസ്റ്റ് പിണറായി വിജയൻ. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും, അതും അതിശക്തനായ ഇത്ര വലിയൊരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ വളരെ നിസ്സാരനാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് പലരിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അവർ വഴി കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയൊന്നും എനിക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. പക്ഷേ ഇൻട്രസ്റ്റിനപ്പുറത്തേക്ക് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് മറ്റൊരാളെ എനിക്ക് വിശ്വാസമില്ലായിരുന്നു, ആരെയും. അതുകൊണ്ട് തന്നെയാണ് ഇതാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെല്ലാം പറയുന്ന ഒരു സെറ്റിൽമെൻറ്റ് ഇന്ന് വരെയും, അവിടെ സത്യം പറയാം, എന്നെ ഇന്ന് വരെയും ആരും സമീപിച്ചിട്ടില്ല. അതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഇന്നലെ എൻ്റെ അഭിഭാഷകനോട് പറഞ്ഞു, അദ്ദേഹം ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയ രീതിയിൽ ബോംബെയിലും ചെന്നൈയിലും ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ ഓഫീസുള്ള ഒരു സ്ഥാപനമാണ് എൻ്റെ ഈ കേസിൽ എൻ്റെ അഭിഭാഷകൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ധാരാളം കോർപ്പറേറ്റ് സെക്ടറിൽ ധാരാളം കണക്ഷൻസ് ഉണ്ട്, പക്ഷേ ഇന്ന് വരെ ആരും എന്നോട് ഈ കാര്യം സംസാരിച്ചിട്ട് പോലും ഇല്ല. അതെന്താണെന്നറിയാമോ ഷോൺ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇതിനകത്ത് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് അറിയാം. അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനാണ്, പൈസയുടെ പുറകെ പോകുന്നൊരു മനുഷ്യനല്ല. അദ്ദേഹത്തിന് ജോലി ചെയ്തിട്ട് പോകുന്ന ആളാണ്. അപ്പം എന്തുകൊണ്ടാണെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓൺലി വൺ നെയിം, PC ജോർജ്. PC ജോർജ് എന്ന് പറയുന്ന ബ്രാൻഡിനെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. ആ ബ്രാൻഡിലാണ് ഞാനും ഷോണൻ മാത്രമല്ല, ഞാനും ഇപ്പോൾ ആ ബ്രാൻഡിലാണ് നിൽക്കുന്നത്. അപ്പം എനിക്കത് അഭിമാനമുണ്ട്. നമ്മൾ PC ജോർജ് എന്ന് പറയുന്ന ആളുടെ ട്രാക്ക് റെക്കോർഡിൽ എവിടെയും അങ്ങനെ ഒരു കാര്യമില്ല. അത് തന്നെയാണ് താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വേറൊരാളുണ്ട്. അത് താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും താങ്കളുടെ ഈ ഫേമിന്റെ ബിനീഷ് കോടിയേരിന്റെ പേര് പറയാതെ എത്തിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം ബിനീഷ് ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്നുള്ള എല്ലാവർക്കും അറിയേണ്ടത്. കാരണം ഇത് ബിനീഷിന്റെയും കൂടി കൈകടത്തിലുണ്ടോ ഇതിൽ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ചർച്ചകളാണ്. ഒരിക്കലും ബിനീഷ് എപ്പോഴും എന്നും ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. നിങ്ങളൊക്കെ കാണുന്ന ഒത്തിരി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ബിനീഷിനെതിരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബിനീഷിൻ്റെ ഒരു നല്ല സൈഡ് നിങ്ങളാരും കണ്ടിട്ടില്ല. ബിനീഷ് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതിലെ ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല തീപ്പൊരി SFIക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് ബിനീഷായിരുന്നു. തിരുവനന്തപുരത്ത് പഠിച്ചിരുന്ന കാലത്തൊക്കെ എല്ലാവർക്കും അവൻ എനിക്കൊന്ന് ഞാൻ പറയല്ലേ, ഞങ്ങളൊരു കേസ് ഉണ്ടാക്കുന്ന കാര്യം ഒരു കാലത്ത് കോമ്പറ്റീഷൻ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് 16 കേസുള്ളപ്പം ബിനീഷിന് 27 കേസുണ്ട്. എനിക്ക് 16 കേസുള്ളപ്പോൾ ബിനീഷിന് 27 കേസുണ്ട്. 40-45 ദിവസമൊക്കെ അന്നത്തെ കാലത്ത് ഇവിടെ ഈ പല ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇവൻ പാർട്ടിക്ക് വേണ്ടി കിടന്നൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കേസ് കൊടുക്കുന്നത്, ഞങ്ങൾ 3 പേരാണ് ഓഫീസിലുള്ളത്. നിനു ഉണ്ട്. നിനു ഹൈക്കോർട്ട് DYFI യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ്. ഈ എൻ്റെ 3ാമത്തെ പാർട്ട്ണർ നിനു മോഹൻദാസ്. ഞാൻ രാവിലെ, കാരണം നിനു വന്ന് അറിയും, കാരണം എൻ്റെ ക്ലർക്കുമാർ സ്വാഭാവികമായിട്ടും പറയും. ഞാൻ മാത്രമല്ല, ഞാൻ പറയാതിരിക്കുന്നത് ശരി, ഞാനിന്ന് ഫയൽ ചെയ്തതിൻ്റെ അന്ന് രാവിലെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കേസ് ഫയൽ ചെയ്യാണ്. അവനതിന് മുമ്പ്, കാരണം എൻ്റെ തയ്യാറെടുപ്പുകൾ അവൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ എന്തിനുള്ള പ്രിപ്പറേഷനാണെന്നുള്ളത് നിന്നും സ്വാഭാവികമായിട്ട് അറിയാമായിരുന്നു. അപ്പം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോയാലും കാരണം ഞങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളിൽ എപ്പോഴും ആ പൊളിറ്റിക്കൽ സ്പേസ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു.
കാരണം എൻ്റെ നിലപാടുകൾ എന്താണെന്ന്, ഞാനൊരു സജീവ രാഷ്ട്രീയക്കാരനാണെന്നും അറിയാവുന്നിട്ട് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങി. ബിനീഷ് ഞാൻ വിളിച്ചില്ല, കാരണം സ്വാഭാവികമായിട്ട് പത്രങ്ങളിലൂടെ അറിഞ്ഞോട്ടെ, അറിയുമ്പോൾ വിളിക്കട്ടെ. പക്ഷേ പത്രത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ബിനീഷ് മറ്റൊരാവശ്യമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ അളിയ ഇങ്ങനെയൊരു സാധനം ഫയൽ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നീയോ എന്ന് ചോദിച്ചു. ഞാൻ തന്നെ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും അങ്കിളാണ്, നീ തന്നെ വേണമായിരുന്നോ അളിയ നീ ചോദിച്ചു. കാരണം ഈ ചോദ്യത്തിന് ഒത്തിരി മറുപടി, കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തൊരു ഒരു അവനോട് മാത്രമേ ഞാൻ ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ കേസ് ഫയൽ ചെയ്ത് ഈ കേസ് PC ജോർജിന് ഫയൽ ചെയ്യായിരുന്നു. പക്ഷേ ഉള്ള പ്രശ്നം എൻ്റെ നേരിട്ട് പ്രസൻസ് ആവശ്യമുള്ള ധാരാളം സ്ഥലങ്ങളും ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ടും ചെറുതല്ലായിരുന്നു. പപ്പായെ കൊണ്ട് അത്ര ഓടിക്കാൻ പറ്റില്ല, കാരണം അത് അങ്ങനെയാണ്. മാത്രമല്ല അതിന് മറ്റൊരു മാനം വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പപ്പായോട് പോലും ഞാൻ തന്നെയാണ് ഫയൽ ചെയ്യുന്നതെന്നൊരു സമയം കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പപ്പായോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ അടുത്താണ്, ഇത്രയും രേഖകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ ഈ അടുത്താണ്. അപ്പം ബിനീഷിൻ്റെ അടുത്തും ഞാൻ ഈ പപ്പ ഫയൽ ചെയ്തായിരുന്നെങ്കിൽ അവനെതിരെ ആരോപണം വരും. ഞാൻ ബിനീഷ് അങ്ങനെയല്ല, ഇതെനിക്ക് ഫയൽ ചെയ്തേ പറ്റൂ, അതങ്ങനെയാണ് എന്ന് പറഞ്ഞു. എൻ്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞതുള്ളൂ. ഈ കേരളത്തിലെ എല്ലാ ആളുടെയും ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്, പലരുടെയും സംശയമാണ്, ബിനീഷ് യഥാർത്ഥത്തിൽ താങ്കൾ വേണമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇത് തെറ്റാണെന്ന് മറ്റു പല CPMകാരും ഇത് തെറ്റാണെന്ന് രാഷ്ട്രീയ പ്രേരിതമെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ ബിനീഷ് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ലല്ലോ. ബിനീഷിന് തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ബിനീഷ് തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂ? അല്ല, അവൻ എൻ്റെ സുഹൃത്താണ്. ബിനീഷ് നല്ല ബോധമുള്ള ആളാണ്. അതെ, ബിനീഷ് ഇത് ചെയ്യരുത് അളിയ എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യുമെന്ന് ബിനീഷ് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത് തെറ്റാണെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, തെറ്റാണെന്ന് എങ്ങനെ? ഈ കേസിനെ കുറിച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂ? അല്ല, അദ്ദേഹത്തിന് ബോധ്യമുണ്ടോ? അല്ല, അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റിയില്ല. കാരണം എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന രേഖകൾ ബിനീഷിനെ കൊടുക്കാൻ പറ്റും. ആത്യന്തികമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ ഞങ്ങളുടെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അവൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന രേഖകളെടുത്ത് ബിനീഷിനെ ഏൽപ്പിക്കാൻ പറ്റൂ? അപ്പോൾ ആ കാര്യത്തിൽ ബിനീഷ് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ കഴിയില്ല. എൻ്റെ നിലപാടാണ്, അത് ബിനീഷ് അറിയുകയും ചെയ്യാം. അത് അങ്ങനെ പറഞ്ഞാലും അപ്പോൾ ഞാൻ ബിനീഷിനോടൊരു കാര്യം, ഒരു പൊളിറ്റിക്കൽ കാര്യം ഞാൻ പറയില്ല. കാരണം അവനത് കേൾക്കാൻ കഴിയില്ല. അവൻ കോടിയേരി ബാലകൃഷ്ണ മകനാണ്. അവന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിരുദ്ധമായ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അവന് കേൾക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചും അവൻ പിണറായിക്കെതിരെ ഞാൻ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ കേസ് കൊടുക്കുമെന്ന് ബിനീഷ് അറിയാം. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഈ പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് വേണ്ട രീതിയിൽ CPM നേതൃത്വം അദ്ദേഹത്തിന് വേണ്ട മര്യാദയോടുകൂടി അല്ലെങ്കിൽ ആദരവോടുകൂടി അല്ല അടക്കിയെന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇതുണ്ട്. രണ്ടാമത് അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ പാർട്ടി ഒരിക്കൽ പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള സഹായം ചെയ്തില്ല എന്ന് മാത്രമല്ല ആരും ഏറ്റെടുത്തില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. അത് പാർട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അങ്കിൾ അല്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനത്ത് കാണുന്ന മനുഷ്യൻ്റെ അടക്കം ഞാൻ പോയി നിന്ന് ചെയ്തെരിയുന്ന കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ആ കടമ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ അതിനകത്ത് മറ്റൊരു വശം കൂടെ ഉണ്ട്. ഞാൻ പിണറായിയുടെ സൈഡിൽ നിന്ന് പറയട്ടെ. ബിനീഷിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ബിനീഷിനെതിരെയായിരുന്നു ആരോപണം, കോടിയേരി ബാലകൃഷ്ണൻ പ്രതി അല്ലായിരുന്നു. അല്ല, CPMനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ, ഇപ്പോൾ വീണ വിജയനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ വീണ വിജയൻ അതിനകത്ത് ബിനാമിയാണ്, പ്രതി പിണറായി വിജയനാണ്. സോ പാർട്ടിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറഞ്ഞത് വ്യക്തമാണ്. CPMന്റെ ബിനീഷിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ബിനീഷിനെതിരെ മാത്രമായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പ്രതിയായി ആരോപണം പോലും ഇല്ല. ബിനീഷിന് ആരോപണം ഉണ്ടായപ്പോൾ അതിനകത്ത് കോടിയേരി ബാലകൃഷ്ണൻ പ്രതിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ആരോപണം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ പ്രതിയാണ്, അത് CPMമാർക്ക് ബോധ്യമുണ്ട്. പിന്നെ എങ്ങനെ അവർ ഡിഫെൻഡ് ചെയ്യാതിരിക്കും? രണ്ടും തമ്മിൽ ഞാൻ പിണറായിയുടെ വെർഷനിലാണ് പറഞ്ഞത്. ഇതിലിപ്പോൾ ഈ പിന്നെ കേന്ദ്രത്തിൽ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇരിക്കുന്നത്, നമ്മൾ തമാശയായിട്ട് പറയുകയാണെങ്കിൽ അവിടെ പാല് കാച്ചി ഇവിടെ താലി കെട്ട് നടന്നു. ഇന്നലെ ഏതോ ഒരു ചർച്ചയുടെ ക്യാപ്ഷൻ എങ്ങനെയായിരുന്നു, അവിടെ സമരം ഇവിടെ SFIO. അതാ പറഞ്ഞത്, അവിടെ പാല് കാച്ചി ഇവിടെ താലി കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരിച്ചു വരുമ്പോഴേക്ക് എന്താ ഇവിടുത്തെ അവസ്ഥ? ക്ലിഫ് ഹൗസിൻ്റെ മുന്നിലെത്തുമോ? സത്യസന്ധമായി പറയാൻ എനിക്കറിയില്ല. കാരണം അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും സ്റ്റേജിൽ ഞാനിപ്പോൾ നേരത്തെ ആണെങ്കിൽ പോലും കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തിൽ എനിക്ക് ഇടപെടായിരുന്നു. ഞാനിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിലേ പോയെന്ന് പോലെ ഞാൻ TV വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. കാരണം എന്നേക്കാൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന നിങ്ങൾക്കാണ്. മാത്രമല്ല ഞാനിനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ആക്ഷേപം കേൾക്കേണ്ടി വരും. അപ്പോൾ അത് അന്വേഷണം സത്യസന്ധമായി ആ നല്ല രീതിക്ക് പോട്ടെ. നല്ലൊരു ഉദ്യോഗസ്ഥനാണ് വന്നിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥരിൽ 6 പേരെക്കുറിച്ചും അവരുടെ ട്രാക്ക് റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ എൻ്റെ പരിമിതമായ അറിവിൽ അവരൊക്കെ പുലികളാണെന്ന് പറയാം.
അഭിമാനിക്കാൻ കഴിയുന്ന റിസൾട്ടിലേക്ക് ഈ കേസിനെ എത്തിക്കാൻ കഴിയുന്ന ഓഫീസേഴ്സാണ് അവരെല്ലാം. അപ്പോൾ പിന്നെ അവരവരുടെ ജോലി ചെയ്തിട്ട് എൻ്റെ ജോലി കഴിഞ്ഞല്ലോ. ഈ 13-ാം തീയതി ഔദ്യോഗികമായിട്ട് 12-ാം തീയതി ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ ജനപക്ഷം പാർട്ടി അല്ലല്ല 13-ാം തീയതി മാറ്റി ഡേറ്റ് മാറ്റി. ഞാൻ കേസ് 12-ാം തീയതി കേസ് ചർച്ച ചെയ്ത് പോയത് പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി മാറുന്നു. 13-ാം തീയതി മാറ്റി. കാരണം അമിത്ഷാജിയുടെ ഒരു ഡേറ്റ് മാറ്റമുണ്ട്. അത് മിക്കവാറും 20-ാം തീയതിക്കുള്ളിൽ മറ്റൊരു ദിവസമാണ്. അപ്പം അതോടുകൂടി സ്വാഭാവികമായിട്ടും BJP-ന്റെ ഫുൾ ടൈം പ്രവർത്തകനായി മാറുന്നു. തീർച്ചയായിട്ടും അതോടുകൂടി അവര് പറയുന്ന അസൈൻമെന്റ്സ് എന്താണ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്, ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്? എനിക്കറിയില്ല. ഇപ്പം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. എനിക്ക് 2 വർഷത്തെ ടേമുണ്ട്. എനിക്കെപ്പോഴും എന്നോടുള്ള ഒരു സ്നേഹം, എൻ്റെ പിതാവിനോടുള്ള കരുതൽ ഒറ്റയ്ക്ക് നിന്നാണ് എന്നെ ജയിപ്പിച്ചത്. അതും എൻ്റെ 87 വാർഡുകൾ കോട്ടയം ജില്ലയിൽ, ഒരുപക്ഷെ കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ വാർഡുകളുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ്. അവിടെ എന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ആളുകളാണുള്ളത്. അപ്പോൾ എനിക്ക് അവരോടുള്ള വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് മത്സരിക്കാൻ താല്പര്യം വ്യക്തിപരമായി. പിന്നെ എന്നെ ജയിപ്പിക്കുന്ന അസൈൻമെൻറ്റ് എന്തും കേട്ടേ എനിക്ക് മതിയാവും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പാർട്ടി ഒരു അസൈൻമെൻറ്റ് ജയിപ്പിക്കുന്നെങ്കിൽ അത് മുമ്പോട്ട് വരുന്ന ഒരു വലിയ കാഴ്ചപ്പാട് അവർ 20-30 വർഷം മുമ്പോട്ട് കാണുന്ന ആളുകളാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അസൈൻമെൻറ്റ് എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അവിടെ അതിനുള്ള കോമ്പൻസേഷൻ അവിടെ വെച്ചിട്ടേ ഞാൻ പോവുള്ളൂ. എൻ്റെ മണ്ഡലത്തിൽ എന്നെ സ്നേഹിച്ച ഒരു പറ്റ ആളുകൾ, എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ച ചുമതലകൾ നിർവഹിച്ച് തീർത്തിട്ട് ഇനി 1 വർഷം കൂടെ, ഇനിയിപ്പോൾ ഒറ്റ വർഷത്തെ പ്രോജക്റ്റ് കൂടെ എനിക്ക് ചെയ്യാനുള്ളൂ. ഇന്ന് ഈ വർഷത്തെ പ്രോജക്റ്റുകൾ കൂടെ പൂർത്തിയാവും. ഈ 1 വർഷത്തെ പ്രോജക്റ്റുകൾ എനിക്ക് തീർക്കാനുള്ളൂ. അത് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി എനിക്ക് ഇപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് കാലാവധി കഴിയുന്നതിനും വരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ അത് എൻ്റെ തീരുമാനമല്ല. എൻ്റെ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. ഓക്കെ, ഇത്രയും നേരം സഹകരിച്ച നന്ദി. നമസ്കാരം.